ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും അരോമിക് ഹെർബൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് എന്തൊക്കെ മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ വേണം എന്നുള്ളത്. അപ്പോൾ അന്ന് കാണിച്ചിട്ടുള്ള ആ മെറ്റീരിയൽസ് മൊത്തം ഞാൻ സോപ്പ് ഉണ്ടാക്കുന്നതിൽ ഉപയോഗിക്കുന്നുണ്ടോ, ഞാൻ എടുക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പോൾ അത് പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഒരു നോട്ട്ബുക്ക് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഒരു പെന്നും. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സോപ്പ്, അതിൻ്റെ ക്വാണ്ടിറ്റി, അതിൽ വേണ്ട ഇൻഗ്രീഡിയൻസ്, അതിൻ്റെ അളവുകൾ എല്ലാം നമുക്ക് മെഷർമെൻറ്റ് ചെയ്യണം. അതായത് കണക്ക് കൂട്ടിയിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമുക്കൊരു പെന്നും ബുക്കും മസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറഞ്ഞത്. അടുത്തതായിട്ട് വെയിൻ മെഷീൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വലിയൊരു വെയിൻ മെഷീനാണ്. അതിൻ്റെ കൂടെ തന്നെ ജാറും കാണിച്ചിട്ടുണ്ടായിരുന്നു, വലിയൊരു ജാറ്. അപ്പോൾ ഇതേപോലെ വെയിൻ മെഷീനിൽ ജാറ് വെച്ചിട്ടാണ് നമ്മൾ ഓയിൽസും കാര്യങ്ങളൊക്കെ എത്ര വേണം എന്നുള്ളത് അളന്നെടുക്കുക. അപ്പോൾ ഞാൻ വെയിൻ മെഷീനും ജാറും കാണിച്ചു കേട്ടോ. അതേപോലെ തന്നെ ഒരു കുഞ്ഞ് വെയിൻ മെഷീനും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഓരോ ഗ്രാമും പോലും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു ചെറിയൊരു വെയിൻ മെഷീനാണ് കേട്ടോ. ഇത് നമുക്ക് ഓൺലൈനായിട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിപ്പോൾ ഞാൻ എൻ്റെ സോപ്പിലേക്ക് ആവശ്യമുള്ള സ്മെല്ല് എത്ര വേണം അത്രയും ഞാൻ അളന്നെടുക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ വെയിൻ മെഷീനും കാണിച്ചു, അതേപോലെ തന്നെ ആ ഒരു ഔൺസ് ഗ്ലാസും ഞാൻ കാണിച്ചുവേ. ഞാൻ കുഞ്ഞു കുഞ്ഞു സ്പൂണുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു മുൻപത്തെ വീഡിയോയിൽ. കുഞ്ഞു കുഞ്ഞു സ്പൂണ്, അതെന്ത് കാര്യത്തിനാണോ ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞതാണ്. എന്നാലും ഒന്നുകൂടി പറയാം. ഇപ്പോൾ ഇവിടെ എനിക്ക് 10 ഗ്രാം ആയിരുന്നു ഈ ഒരു സ്മെല്ലിൻ്റെ ആവശ്യം. അതൊരു ഗ്രാം കൂടിപ്പോയി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു കുഞ്ഞു സ്പൂൺ വെച്ചിട്ട് ആ ഒരു കറക്റ്റ് 10 ഗ്രാം ആക്കിയിട്ട് ഞാൻ എടുത്തു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കുഞ്ഞു സ്പൂൺ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഞാൻ കാണിച്ചിട്ടുള്ളത് ഗ്ലൗസും മാസ്കും പിന്നെ ഒരു സ്പെക്സാണ് കാണിച്ചത്. നിങ്ങളുടെ കയ്യിൽ ഗൂഗിൾസ് ഉണ്ടെങ്കിൽ അത് എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ആ 3 സാധനങ്ങൾ നമുക്ക് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നമുക്ക് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ജാറുകൾ, ഗ്ലാസിൻ്റെ ജാറുണ്ടെങ്കിൽ വളരെ ഉപകാരമാണ്. അതായത് നമുക്ക് കാസ്റ്റിക് സോഡ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാത്രമായിരിക്കും ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ടുണ്ടാവുക. അതേപോലെ കാസ്റ്റിക് സോഡ കറക്റ്റ് അളവിൽ നമ്മൾ മെഷർ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു കുഞ്ഞു വെയിൻ മെഷീനിലാണ് ഞാൻ നോക്കിയെടുക്കുക കേട്ടോ. അത് ഓരോ ഗ്രാം പോലും നമുക്ക് കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. പിന്നെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു പിടിയുള്ള ഒരു പാത്രം കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിലാണ് കാസ്റ്റിക് സോഡ വെള്ളം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ സ്റ്റെയിനർ വെച്ചിട്ട് അരിച്ചെടുക്കും. സ്റ്റെയിനറും ഞാൻ മുൻപ് കാണിച്ചതാണ് നമ്മുടെ വീഡിയോയിൽ. ഇതേപോലെ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റെയിനർ എടുക്കുന്നത്. കണ്ടോ, അരിപ്പയിൽ ചെറുതായിട്ടൊരു കുടിയും കിടക്കുന്നത് അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റെയിനർ വെച്ചിട്ട് അരിച്ചെടുക്കുന്നത്. പിന്നെ ഇതേപോലെ ഒരു സ്പൂൺ, എന്താ പറയുക, കോരി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ ഇളക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതാണ് ഞാൻ എൻ്റെ ട്രേ. ഇതിലാണ് ഞാൻ സോപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുക. ഓൾറെഡി ക്ലീൻ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടി തുടച്ചിട്ട് ഈ ഒരു ട്രേയിൽ മെഴുക്കാക്കി വയ്ക്കും. അതേപോലെ തന്നെ മോൾഡ്, ഞാൻ ഈ ഒരു മോൾഡിലാണ് സോപ്പ് ചെയ്യാനെടുക്കുക. ആ മോൾഡും അതേപോലെ ഓയിലിൽ മുക്കി എടുക്കും കേട്ടോ. നിങ്ങൾക്ക് ഇതേപോലെ സ്പൂൺ വെച്ചിട്ട് ഇളക്കിയെടുക്കാം, അല്ലെങ്കിൽ വിസ്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ചായതുകൊണ്ട് ഞാൻ വിസ്ക് എടുക്കുന്നില്ല, സ്പൂൺ വെച്ചിട്ട് തന്നെ ചെയ്യുന്നത്. പിന്നെ സ്പാച്ചിലയുടെ ഉപകാരം എന്ന് പറഞ്ഞാൽ നമ്മൾ പൗഡർ ഫോം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ കട്ട പിടിച്ചിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഉടച്ചിട്ട് ഇങ്ങനെ പോക്കാൻ വേണ്ടിയിട്ടൊക്കെ സ്പാച്ചില വളരെ ഉപകാരമാണ്. അതേപോലെ വടിച്ചെടുക്കാൻ വേണ്ടിയിട്ടും നല്ലതാണ്. അപ്പോൾ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞു. ഞാൻ എൻ്റെ സോപ്പ് നമ്മുടെ മോൾഡിലേക്ക് ഒഴിച്ച് സെറ്റാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. ഞാൻ നമ്മുടെ കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നേരത്തെ വീഡിയോയിലും കാണിച്ചിട്ടില്ല, ഇപ്പോൾ പറയാനും വിട്ടുപോയതാണ്. ഇപ്പോൾ ഏതായാലും പറഞ്ഞല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.